ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പം ഞാനൊരു അടിപൊളിയായിട്ട് ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു ബ്രോസ്റ്റഡ് ചിക്കനാണ് കാണിക്കുന്നത് കേട്ടോ. അതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. റസീന എന്നാണ് ആളെ പേരും തോന്നുന്നു, അല്ലെ മക്കളെ പേരാണോന്നൊന്നും അറിയില്ല. കുറച്ചായി ചോദിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പിന്നെ ഓൾറെഡി ഇത് ചെയ്തതായതുകൊണ്ടായിരുന്നു ഇത്രയും സമയം നീണ്ടുപോയത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്, വീട്ടിലുള്ള സാധനങ്ങൾ മതി. അപ്പോൾ നമ്മൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 2 കിലോ ചിക്കനാണ് ഇവിടെ എടുത്തത് കേട്ടോ. ഞാൻ അത്യാവശ്യം വലിയ പീസായിട്ടാണ് മുറിച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ പീസായിട്ട് മുറിക്കുക, എങ്ങനെ വേണമെങ്കിലും എടുക്കുക. അതുപോലെ തന്നെ സ്കിന്നുള്ള ചിക്കനാണ് ഞാൻ എടുത്തത്. സ്കിന്നില്ലാണ്ടും ചെയ്യാം കേട്ടോ. സ്കിന്നില്ലാന്ന് വിചാരിച്ചിട്ടും കുഴപ്പമൊന്നുമില്ല, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പിന്നെ കുറച്ചും കൂടെ നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുന്ന പോലെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ഈ ഒരു സ്കിന്നോട് കൂടി എടുക്കുക. എന്നിട്ട് ഇതങ്ങനെ ഓട്ടപാത്രത്തിൽ ഇട്ട് വെക്കുക കേട്ടോ. അപ്പോൾ നല്ലോണം ഡ്രൈ ആയി കിട്ടാനാണ് ഓട്ടപാത്രത്തിൽ ഇട്ടത്. ഇനിയിപ്പോൾ അതിലേക്ക് മസാലയാണ്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ അതിന് നിർബന്ധമായിട്ട് വേണ്ട സാധനമാണ് ഈ ഒരു പാപ്രിക്ക പൗഡർ കേട്ടോ. 1 ടേബിൾ സ്പൂൺ, അതെല്ലാ സൂപ്പർ മാർക്കറ്റിലും വാങ്ങാൻ വേണ്ടി കിട്ടും. പിന്നെ 1 ടേബിൾ സ്പൂൺ തന്നെ ഗാർലിക് പൗഡറാണ് എടുക്കുന്നത്. അതില്ലാന്നുണ്ടെങ്കിൽ അരച്ച് ചേർത്താലും മതി. ജിഞ്ചർ പൗഡർ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒറിഗാനോ ആണ് 1/2 ടീസ്പൂൺ. പിന്നെ വേണ്ടത് തൈരാണ് കേട്ടോ. പുളി ഇല്ലാത്ത തൈരായിരിക്കണം. യോഗട്ട് അതൊരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു 3 ടീസ്പൂൺ ലെമൺ ജ്യൂസാണ് ചേർക്കുന്നത്. ഈ പറയുന്ന അളവുകൾ മൊത്തം 2 കിലോ ചിക്കൻ്റെതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ 1 കിലോ വെച്ചിട്ടാണ് ട്രൈ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ നേർ പകുതി എടുത്താൽ മതി. പിന്നെ വേണ്ടത് സോയാ സോസാണ്. ഞാനിവിടെ എടുത്തത് ലൈറ്റ് സോയാ സോസാണ്. അതുകൊണ്ട് 2 ടേബിൾ സ്പൂണാണ് വയ്ക്കുന്നത്. നല്ല ഡാർക്കാണ് എടുക്കുന്നതെങ്കിൽ 1 ടേബിൾ സ്പൂൺ മതിയാവും. പിന്നെ വേണ്ടത് ഏതെങ്കിലും ഒരു ടൈപ്പിലുള്ള ചില്ലി സോസ് എടുക്കട്ടോ. ഞാനിവിടെ ചില്ലി ഗാർലിക് സോസാണ് എടുത്തത്. പിന്നെ വേണ്ടത് കുറച്ച് ഉപ്പാണ്. അത്യാവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് പിന്നെ ഞാൻ കറക്റ്റ് അളവ് പറയുന്നില്ല, 2 ടീസ്പൂൺ ഞാൻ ഇട്ടാണ്, നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. ഇതിലിനി വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ടില്ല, കാരണം തൈരും ഉണ്ട്, അതേപോലെ തന്നെ നമ്മൾ ലെമൺ ജ്യൂസ് ഒഴിച്ചാണ്. അപ്പോൾ ഈ ഒരു ഇതിൽ തന്നെ നല്ലൊരു ലൂസായിട്ടുള്ളൊരു ബാറ്റർ ആയിട്ട് നമുക്ക് കിട്ടും. ഒരുപാട് ലൂസ് ആവാനും പാടില്ല, ഒരുപാട് കട്ടിയാവാനും പാടില്ല. ഇതാണ് ഇതിൻ്റെ ഒരു കട്ടി കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഓരോ ചിക്കനും എടുത്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇത് നമ്മൾ ഈ ചിക്കൻ കുത്തി വെക്കാനോ ഒന്നും പോകണ്ടില്ല, കാരണം ഇത് ഓവർനൈറ്റ് വെക്കാനുള്ളതാണ്. അപ്പോൾ അങ്ങനെ കുത്തുക അല്ലെങ്കിൽ കീറൊന്നും ചെയ്യണ്ട കേട്ടോ, ഇങ്ങനെ തന്നെ വെച്ചാൽ മതി. ഇതുപോലെ ബാക്കിയുള്ള എല്ലാ പീസും ഇതേപോലെ തന്നെ മസാല തേച്ചിട്ട് വെക്കുക. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കുമ്പോൾ മിനിമം 5 to 6 അവേഴ്സ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം. ഇനി അത് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓവർനൈറ്റ് വെക്കലാണ്. സമയമില്ലാത്തവർക്കാണ് ഞാൻ പറയുന്നത് 5-6 മണിക്കൂർ എന്തായാലും ഫ്രിഡ്ജിൽ വെക്കണം. എന്നാൽ മാത്രമാണ് നമ്മൾ ആ ഒരു കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, തലേന്ന് ഉണ്ടാക്കി വെക്കലാണ്. നിങ്ങൾക്കിപ്പോൾ ഒരു ദിവസം ബ്രോസ്റ്റഡ് ഉണ്ടാക്കണം തോന്നുകയാണെങ്കിൽ തലേന്ന് തന്നെ മസാല തേച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഇനിയിപ്പോൾ അതിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ ഒരു പൗഡർ ഉണ്ടാക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു 2 കിലോയിലേക്ക് 4 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് മുളക് പൊടിയും പാപ്രിക്കയാണ്. അപ്പോൾ ഞാൻ മുളക് പൊടി എടുക്കുന്നില്ല, പാപ്രിക്ക മാത്രമാണ് എടുത്തത്. ഗാർലിക് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്, ജിഞ്ചർ പൗഡർ ഇടുന്നുണ്ട്. എല്ലാത്തിൻ്റെയും പിന്നെ ഇൻഗ്രീഡിയൻസ് ഞാൻ താഴെ എഴുതി കാണിക്കുന്നുണ്ട്, വിത്ത് മെഷർമെൻ്റ് അടക്കം കേട്ടോ. പിന്നെ ഒറിഗാനോ, ബേസിൽ, അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് ഞാനിപ്പോൾ മൈദപ്പൊടി മാത്രമാണ് എടുത്തത്. ഇതിൽ കോൺഫ്ലവർ മിക്സ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം, ഞാൻ ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ അതവിടെ മാറ്റി വെക്കുക. ഇനിയിപ്പോൾ നമ്മൾ ഇന്നലെ മസാല തേച്ച് വെച്ചിട്ടുള്ള നമ്മളെ ചിക്കനാണിത്. അപ്പോൾ ഞാനിവിടെ ഓവർനൈറ്റ് ആണ് വെച്ചത് കേട്ടോ. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഫ്ലേവറൊക്കെ ഇതിൽ പിടിച്ചോളും. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും മിനിമം ഒരു 5 മണിക്കൂർ എന്തായാലും ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, മാറ്റി പിന്നെ നമ്മളിത് ഓട്ടപാത്രത്തിലേക്ക് ഈ ഒരു പീസസ് ഇടുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ വെള്ളം കംപ്ലീറ്റ് അങ്ങ് ഇറങ്ങിക്കോട്ടെ. മസാല നമുക്ക് വേറെ ആവശ്യമുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ നല്ല ഡ്രൈ ആയി കിട്ടാൻ നമ്മൾ ഈ കോട്ടിങ് കൊടുക്കുമ്പോൾ ഈമേൽ നന്നായിട്ട് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഈമേലുള്ള എക്സ്ട്രാ വെള്ളത്തിൻ്റെ അംശമൊക്കെ താഴോട്ടേക്ക് പോകണം. ഇതിപ്പോൾ കണ്ട ഈ ഒരു മസാല ഇവിടെ ഉണ്ട്, അത് നമുക്ക് വേസ്റ്റ് അല്ല, അത് വേണ്ടതാണ്. ആ ഒരു മസാലയിലേക്ക് ഇതാ 1 മുട്ട ഞാൻ ചേർത്ത് വയ്ക്കുന്നുണ്ട്. ഒറ്റൊന്ന് മതി കേട്ടോ. വലിയ സൈസുള്ള മുട്ട ആയതുകൊണ്ടാണ് ഒന്ന് എടുക്കുന്നത്. അതൊക്കെ നമുക്ക് നോക്കിയിട്ട് എടുക്കാം. പക്ഷേ ഈ ഒരു അളവിലേക്ക് ഈ കറക്റ്റ് ആയിരുന്നു കേട്ടത്. പിന്നെ അതാ ഒരു 1/4 കപ്പ് പാലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1/4 കപ്പ് മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിൽ നമ്മൾ ഉപ്പൊന്നും ചേർക്കണ്ട കേട്ടോ, മസാലയിൽ ഓൾറെഡി ഉള്ളതാണ്. ഇനിയിപ്പോൾ അതാ നമ്മൾ ഓരോ പീസ് ചിക്കൻ എടുക്കുക. ആദ്യം നമ്മൾ ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ നമ്മൾ ഉണ്ടാക്കി വെച്ച പൊടി ഉണ്ടല്ലോ, അതിലൊന്ന് ജസ്റ്റ് ഒന്ന് മുക്കിയെടുക്കുക കേട്ടോ. ആ ഒരു അടിയിലുള്ള മുളകിൻ്റെ മസാല നമ്മൾ പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിങ്ങനെ ഒന്ന് കുടഞ്ഞെടുക്കുക. അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ഒരു മിക്സ് ഇല്ല, മുട്ടയും പാലും അതേപോലെ തന്നെ ആ ഒരു മസാലയും, അതിൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് അതും എക്സ്ട്രാ ഉള്ളത് നന്നായിട്ട് കുടയണേ. ഷെയ്ക്ക് ചെയ്തിട്ട് വേണം തിരിച്ച് വീണ്ടും നമ്മൾ ഈ ഒരു പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതാ ഞാൻ ആ പൊടിയിലേക്ക് പിന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ മാറ്റി പൊടി ഇട്ട് കൊടുക്കുന്ന സമയത്ത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ, ഈ ഒരു രീതിയിൽ. പിന്നെ ഈ ഒരു മൈദപ്പൊടി എപ്പോഴും കുറച്ച് ബാക്കി ഉണ്ടാവും നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ. കറക്റ്റ് അളവിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ അങ്ങനെ കോട്ട് ചെയ്യാൻ വേണ്ടി പറ്റൂല കേട്ടോ. അതുകൊണ്ടാണ് കുറച്ചധികം വേണമെന്ന് പറയുന്നത്.
ഇനി ഇത് നന്നായിട്ട് പിടിച്ചതിന് ശേഷം ഇത് നന്നായിട്ട് ഷേക്ക് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുക. ആദ്യം കൈ വെച്ചിട്ട് ഇതേപോലെ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ നന്നായിട്ടൊന്ന് പിടിച്ച് ഈമ പിടിപ്പിക്കണം. എന്നിട്ട് ഇത് നന്നായിട്ട് ഷേക്ക് ചെയ്തെടുക്കുക. ഇതിപ്പോൾ കണ്ടോ, ഈ ഒരു രീതിയിലാണ് വേണ്ടി കേട്ടോ. പിന്നെ ഓരോ പ്രാവശ്യം ഉണ്ടാക്കാനുള്ളത് മാത്രം ഇങ്ങനെ ഉണ്ടാക്കി വെക്കാം. നിങ്ങൾ ഒന്നിച്ചിതിങ്ങനെ പൊതിഞ്ഞ് വെക്കണ്ട കേട്ടോ. ഇപ്പോൾ എണ്ണ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അടി കട്ടിയുള്ള നല്ല ചെമ്പായിരിക്കണം വെക്കണത്. ഇതുപോലത്തെ കടായി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പ്രഷർ കുക്കർ വെച്ച് കൊടുത്താലും മതി കേട്ടോ. നല്ല അടി കട്ടിയുള്ള ചെമ്പായിരിക്കണം വെക്കണത്. ഇനിയിപ്പോൾ ഈ നല്ല ചൂടായതിൻ്റെ ശേഷമാണ് നമ്മൾ ഈ ഒരു ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇടുന്ന സമയത്തും അതുപോലെ തന്നെ എണ്ണയിൽ നിന്ന് കോരുന്ന സമയത്തും നല്ല ചൂടുണ്ടായിരിക്കണം. പക്ഷെ അത് വേവിക്കുന്നത് എപ്പോഴും സിമ്മിലായിരിക്കണം കേട്ടോ. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഞാൻ ഇതിൽ കാണിച്ചു തരാം. ഇപ്പം എണ്ണ നല്ല ചൂടായിട്ടാണ് ഉള്ളത് കേട്ടോ. നിങ്ങൾ കാണുന്നുണ്ടാവും തീ നല്ല ഇതിലാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ തീ നന്നായിട്ട് ചെറുതാക്കി വെച്ചിട്ടുണ്ട്. ഏറ്റവും മാക്സിമം നിങ്ങൾക്ക് എത്ര ചെറുതാക്കാൻ പറ്റുമോ അത്രയും ചെറുതാക്കി വെക്കുക. ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. എന്നിട്ട് കവർ ചെയ്ത് പൊരിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനിയിപ്പോൾ കവർ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആ ഒരു ഇതിൽ നന്നായിട്ട് 10 മിനിറ്റാണ് ഒരു ഭാഗം ഇങ്ങനെ ആക്കേണ്ടത്. അതിന് ശേഷം മാത്രം നിങ്ങൾ കയ്യിലിട്ടിട്ട് ഇത് മറിച്ചിടാൻ പാടുള്ളൂ കേട്ടോ. അതിന് മുന്നേ തൊടാൻ പോലും പോവരുത്. 10 മിനിറ്റ് സമയം വെച്ചാൽ മതി. സിമ്മിലിട്ടിട്ട് 10 മിനിറ്റ് ടൈം വെക്കുക, ഒരു ഭാഗം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഒരു 10 എന്ന് പറഞ്ഞാൽ ഞാൻ മാക്സിമം ആണ് പറയുന്നത് കേട്ടോ. ഒരു 8 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ചിലപ്പം റെഡി ആയി കിട്ടും. ചൂടിൻ്റെ അതുപോലെ ഉണ്ടാവും. അപ്പോൾ അതൊരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് പിന്നെ ഒരു 10 മിനിറ്റ് കൂടി ഇതൊന്ന് വെന്ത് കിട്ടണം കേട്ടോ. 10 അല്ലെങ്കിൽ 8 ചൂടിൻ്റെ അതുപോലെ ഇരിക്കും. ഇനിയിപ്പോൾ അതാ 2 ഭാഗവും നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരുക. എണ്ണയിൽ നിന്ന് കോരുന്ന സമയത്ത് കോരുന്നതിൻ്റെ ഒരു 10 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 15 സെക്കൻഡ് മുന്നേ തീ നല്ല ഹൈ ആക്കി വെക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇത് എണ്ണ കുടിച്ച പോലെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഇതിൽ ഉള്ള എണ്ണ താഴോട്ടൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തീ കൂട്ടി വെക്കണം എന്ന് പറയുന്നത്. എന്നിട്ട് ഇതേപോലെ ഒരു ഗ്രില്ലിലേക്കാണ് നമ്മളിത് കോരി എടുക്കേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ എക്സ്ട്രാ ഉള്ള ഈ എണ്ണയൊക്കെ അടിയിലേക്ക് ഉറ്റിപ്പോയിക്കോളും. അങ്ങനെ ഒരു ഗ്രില്ല് അടിയിലൊരു പാത്രം വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഇങ്ങനെ കോരി വെക്കുക. ഇപ്പം ഞാനിതെല്ലാം പൊരിച്ചിട്ടുണ്ട്. പക്ഷേ നല്ല നല്ല പീസൊക്കെ കുട്ടികൾ നമ്മൾ പൊരിക്കാൻ തുടങ്ങിയ സമയം മുതലേ തിന്നാൻ തുടങ്ങി കേട്ടോ. ഇവിടെ അത്രയും ഡിമാൻഡുള്ള സാധനമാണ് ഈ ഒരു റോസ്റ്റഡ് ചിക്കൻ എന്ന് പറയുന്നത്. ലെഗ് പീസ് എടുക്കാം. ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം പറയണം. ഷുവർ ഷുവർ. തിന്നിട്ട് ഇതിനൊരു സ്പൂണില്ല എന്നുള്ളൊരു ഒരു ജെന്യൂൻ അഭിപ്രായം ഉണ്ടല്ലോ. ഇത് വയ്ക്കാൻ പറ്റുന്ന പാത്രമാണ്. ഓക്കെ, അപ്പോൾ കൊള്ളാം. മയോണീസ്, കെച്ചപ്പ്. ഓക്കെ ഓക്കെ ഓക്കെ. നല്ല ചൂടുണ്ട്. വേറെ പീസ് എടുക്കണോ? തൊടാൻ പറ്റുന്നില്ല. എന്നിട്ട് എന്താ ഫ്ലേവർ ഇടാ? അടിപൊളി. എന്താ പറയാ, റീസെന്റ് ആയിട്ട് ഉണ്ടാക്കിയ ഏറ്റവും ടോപ്പ് എന്ന് പറയാനുള്ള ഇതിലാണ് കേട്ടോ. ജെന്യൂൻ അഭിപ്രായമാണ്. പക്ഷെ ഒത്തിരി ചൂടായിട്ട് എനിക്ക് തൊടാൻ പറ്റുന്നില്ല. ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. പക്ഷെ നല്ല ഫ്ലേവർ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇതായിട്ടില്ല. ഓ, ഇത്തിരി തണിയാൻ വെയിറ്റ് ചെയ്യാം. ചൂടാറിയ ഒരു പീസ് എടുത്തൊക്കെ ഇവിടുന്ന് ഞാന് വീഡിയോക്ക് വേണ്ടിട്ട് മുറിച്ച് വെച്ച പീസാണ്. എടുത്തോ, മേലുള്ള വീഡിയോക്ക് വേണ്ടിട്ട് മുറിച്ച് കാണിക്കാൻ വേണ്ടിട്ട്. ഓക്കെ, അതിന്ന് വെച്ച് വെക്കും. അടിപൊളിയാ, സൂപ്പർ. അവിടുന്ന് ഒരാൾ നോക്കുന്നു. ക്യാമറ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള നമ്മളെ മകൻ. നമ്മൾ മാത്രമേ വീഡിയോയിൽ വരുള്ളൂ. അപ്പോൾ അത് നമ്മളെ ബ്രോസ്റ്റഡ് ചിക്കൻ ഞാൻ ഇനി ഒന്ന് മുറിച്ച് കാണിച്ചു തരാം കേട്ടോ. ഇത് ലാസ്റ്റ് പീസാണ് കേട്ടോ. ലാസ്റ്റുള്ള 3 പീസാണ്. അപ്പോൾ ബാക്കി നമ്മൾ 2 കിലോ ചിക്കൻ ഉണ്ടാക്കിയിട്ട് ഞാൻ വീഡിയോ എടുക്കുമ്പോഴത്തേക്കന്നെ എല്ലാം തീർന്നാണ്. എൻ്റെ ഉൾഭാഗമൊക്കെ കണ്ടില്ല, നന്നായിട്ട് വേവും. ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാ ടിപ്പും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഫ്രൈ ചെയ്യേണ്ട രീതിയും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എണ്ണ കോരുന്നതിൻ്റെ തൊട്ട് മുന്നേ അതേപോലെ തന്നെ നല്ല ഹൈ ഫ്ലെയിം ആക്കി വെക്കണം. ഇടുന്നതിൻ്റെ മുന്നേ ഹൈ ഫ്ലെയിം ആക്കി വെക്കണം. എന്നാൽ വേവിക്കുന്ന ടൈം എന്ന് പറയുന്നത് നല്ല സിമ്മിലായിരിക്കണം വേവിച്ചെടുക്കുന്നത്. നല്ല ടേസ്റ്റാണ്, അടിപൊളി ഫ്ലേവറുമാണ് കേട്ടോ. ഇത് ഒരിക്കലും നിങ്ങൾ ഇതേ രീതിയിൽ ഉണ്ടാക്കിയിട്ട് ഈ ഒരു സെയിം ടേസ്റ്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് വാങ്ങുന്നതിനെക്കാട്ടിലും ടേസ്റ്റ് ആയിട്ട് തോന്നും. അത്രയും അടിപൊളിയായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഈ ബ്രെഡും ഹോം മെയ്ഡാണ്. ഇത് ഉണ്ടാക്കുന്നത് ഇപ്പോൾ തൊട്ട് മുന്നേ ഞാൻ മസ്കാബന് ഉണ്ടാക്കുന്നത് കാണിച്ച സമയത്ത് അതിൽ ഈ ഒരു റെസിപ്പി ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചതാണ് കേട്ടോ. അതിന് ആ ഒരു ബ്രെഡിൽ ഞാൻ പല ഷേപ്പാക്കി ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. ആ സെയിം ബ്രെഡിൻ്റെ ഡോ ആണിത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഈ വീഡിയോ റിക്വസ്റ്റ് ചെയ്ത ആൾക്കും കണ്ടിട്ട് അഭിപ്രായം അറിയിക്കാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി. നല്ല അടിപൊളി ഹോം മെയ്ഡ് ആയിട്ടുള്ള ബ്രോസ്റ്റഡ് ചിക്കനാണ്. അപ്പോൾ ഇൻഷാല്ലാ ഇനി ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അസ്സലാമു അലൈക്കും.